Good morning, everyone. Good morning. Ma'am. Yeah, good morning. Okay. So let's start today's class. We'll have prayer. എന്തോ കേട്ടില്ലല്ലോ, എന്താ പറഞ്ഞ സൗമ്യ? പ്രയർ ഞാനാണെന്ന് പറഞ്ഞാണ്. ആണോ? ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Lord, you are more precious than silver. Lord, you are more precious than silver. Lord, you are more beautiful than diamond, and nothing I desire compares with you, and nothing I desire compares with you. Today present in sign in. Good morning everyone. I am Asina and I welcome you all our class. We can start our class with joy, refreshment, enthusiasm, excitement to learn. Today's class is conducted by Miss Ashwati ma'am. Welcome ma'am. I invite you thought to say Miss Lovely. Thank you. Good morning, ma'am. Good morning, everybody. I am Lavely Degol. Today's thought. Don't try to be perfect. Just try to be better than you were yesterday. Thank you, ma'am. ഓക്കെ, അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയി. വെർബ് കുറച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു. ആണോ? വെർബ് കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ ഇല്ല, അന്ന് മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വെർബ് നോക്കാം ട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരിക്കും, മാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പ്രൊനൗൺസിന്റെ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. റിവൈൻഡ് ചെയ്യാം. പ്രോണൗൺ മാത്രമാണോ അല്ലെങ്കിൽ നൗണും കൂടെ വേണോ? നൗൺ വേണ്ട, പ്രോനൗൺ മാത്രം മതി. പ്രോണൗൺ മാത്രം. ഓക്കെ. ഓക്കെ, നമുക്ക് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓരോ പ്രോണൗൺ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗണിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് വൈസ് ആയിട്ടും ഒബ്ജക്ട് വൈസ് ആയിട്ടും നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ പ്രോണൗൺസ് വരാം. അതായത് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഐ, യു, ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റ് ആണ് അല്ലെ? ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐയും ഞാനും, ഐയും ഞങ്ങളും അല്ലെ? ഞാനും ഞങ്ങളും ഫസ്റ്റ് പേഴ്സൺ ആണ് എപ്പോഴും. അതെപ്പോഴും എന്താണ്? സബ്ജക്റ്റ് ആയിട്ട് വരാം. മനസ്സിലായോ? ഐ, ടീച്ചർ, വി ആർ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ സബ്ജക്ട് പ്രോണൗണും ഒബ്ജക്ട് പ്രോണൗൺ എന്താണ്? ഐ ലവ് യു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഐ ലവ് ഹിം, ഹിം ആണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം, അല്ലെങ്കിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ഹർ. അവളെ, അവനെ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഒബ്ജക്ട് പ്രോണൗൺ. ഇനി പോസസീവ് ആണെങ്കിലോ? പോസസീവ് ആണെങ്കിൽ മൈ, എന്റെ, നിന്റെ എന്നൊക്കെ പറയില്ലേ? അത് എന്റെയാണ്. അംബ്രല്ല എന്റെയാണ്. ദിസ് മൈ അംബ്രല്ല, ദിസ് മൈ പെൻ, യുവേഴ്സ് പെൻ എന്നൊക്കെ പറയില്ലേ? അപ്പൊ യുവർ, നിന്റെ, എന്റെ എന്നൊക്കെ പറയുന്നത് പോസസീവ് ആണ്, ഓണർഷിപ്പ് ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഞാനും ഞങ്ങളൊക്കെ സബ്ജക്റ്റിൽ വരുന്നതാണ്. ഞാൻ, ഞങ്ങൾ, നീ, ഇതൊക്കെ സബ്ജക്റ്റിൽ വരും. സെക്കൻഡ് ഒബ്ജക്റ്റ് ആണെങ്കിലോ നിന്നെ, അവനെ, അവളെ എന്നൊക്കെ പറയുന്ന ഒബ്ജക്റ്റിൽ വരാം. പോസസീവ് എന്താണ്? എന്റെ, നിന്റെ, അവന്റെ എന്നൊക്കെ പറയുന്നതാണ് പോസസീവില്. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും നമ്മളാണ്. ഐയും വി ആണ് എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം. ദെൻ സെക്കൻഡ് പേഴ്സൺ ആരാണ്? നീ ആയിരിക്കും. എപ്പോഴും നീ തന്നെ ആയിരിക്കും സെക്കൻഡ് പേഴ്സൺ. ഞാൻ പറയുന്ന കാര്യം നീയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പേഴ്സണും നീ സെക്കൻഡ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആൻഡ് യു ഇസ് ദ സെക്കൻഡ് പേഴ്സൺ. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ആരെ കുറിച്ചായിരിക്കും പറയാം?
നീ അവനെ അവളെ കുറിച്ചൊക്കെ ആയിരിക്കും, അവനെ അവിടെ അവരെ കുറിച്ചൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ he, she, is, they ഒക്കെയാണ് എന്താ തേർഡ് പേഴ്സൺ ആയിട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ പേഴ്സണൽ പ്രോണൗൺ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പറയുമ്പോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആകും. ഓക്കെ, പറയൂ ലവ്ലി, എന്താ പറയാമെന്നു? ഓക്കെ പറഞ്ഞ മാം, ഒന്ന് എന്തോ ഓക്കെ എന്ന് പറഞ്ഞതാ മാം. ഓക്കെ. Yes. The second one, emphatic pronoun. Emphatic pronoun and third one, reflexive pronoun. ഇതിന്റെ രണ്ടിന്റെയും കീവേഡ്സ് ഒന്ന് തന്നെയാണ് കേട്ടോ. കീവേഡ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ myself, ourself, yourself, himself, herself എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഈ രണ്ട് പ്രോണൗണിന്റെ കീവേഡ്സ്. അപ്പോ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പോ I report the bike myself എന്ന് പറയുന്ന ഒരു സെന്റൻസ് തന്നിട്ട് which pronoun is used there എന്ന് ചോദിക്കുകയാണ്. ഏത് പ്രോണൗൺ ആണ് ഈ സെന്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്? അണ്ടർലൈൻ ചെയ്യും. ചിലപ്പോ മൈസെൽഫിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കും ഈ വേർഡ് വിച്ച് ഏത് പ്രോണൗൺ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ അണ്ടർലൈൻ പാസ്റ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണ് മെയിൻ ആയിട്ട് പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ I report the bike myself എന്ന് പറയുന്ന സെന്റൻസിൽ മൈസെൽഫ് എന്താണ്, ഏത് പ്രോണൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകില്ല. കാരണം എന്താണ്? രണ്ട് പ്രോണൗണിന്റെയും കീവേഡ് ഒന്ന് തന്നെയാണ്. അപ്പൊ കീവേഡ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യല് നടക്കുന്ന കാര്യമില്ല അല്ലെ? ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത് പറയൂ. നൗൺ കഴിഞ്ഞിട്ടാണ് ഈ പ്രോണൗൺ കഴിഞ്ഞിട്ടായിരിക്കും കീവേഡ്സ് വരുന്നത്. നൗണിനോ അല്ലെങ്കിൽ പ്രോണൗണിനോ ശേഷമായിരിക്കും ഈ പറയുന്ന കീവേഡ്സ് വരുന്നത്. എന്തില്? എംഫാറ്റിക് പ്രോണൗണില്. അപ്പൊ എംഫാറ്റിക് പ്രോണൗൺ എന്താണ്? നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് ഈ കീവേഡ്സ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി റിഫ്ലെക്സീവ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അതെ. ഇനിയിപ്പോ അങ്ങനെ പഠിച്ചില്ലെങ്കിലും എംഫാറ്റിക് പഠിച്ചാല് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലെക്സീവ് കിട്ടും അല്ലെ? എംഫാറ്റിക് അറിയാമെങ്കിൽ റിഫ്ലെക്സീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെയും നമുക്ക് പഠിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും മതി. രണ്ട് ക്ലിയർ ആയില്ലേ ഇപ്പോ? ഇനി നെക്സ്റ്റ് വൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണും നമുക്ക് കീവേഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എല്ലാത്തിന്റെ കീവേഡ് പഠിച്ചാൽ മതി. ഇൻഡിഫിനൈറ്റ് പ്രോണൗണിലെ കീവേഡ് ഏതൊക്കെയാണ്? എവ്രിവൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗണിൽ വരാം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ കീവേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണുണ്ടെങ്കിൽ അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രോണൗൺ. കീവേഡ് ആണ് ഇനി എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ഈച്ച്, ഐദർ, നൈദർ, ഇത് മൂന്നായിരിക്കും ഡിസ്ട്രിബ്യൂട്ടീവ് വരാം. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണില് ദിസ്, ദീസ്, ദാറ്റ്, ദോസ്, ഇതാണ് ഡെമോൺസ്ട്രേറ്റീവിൽ വരാം. ഇന്റർഗേറ്റീവില് ക്വസ്റ്റ്യൻ ആയിരിക്കും. WH നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. Who was at the door? Whose is the blue card? Whom did you invite? Questions ആയിരിക്കും. ഇന്റർഗേറ്റീവില് മെയിൻ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഇനി റിലേറ്റീവ് ആണ് ഞാൻ പറഞ്ഞുതരാവേ. റെസിപ്രോക്കൽ. റെസിപ്രോക്കല് ഈച്ച് അതർ, വൺ അനദർ, ഇത് രണ്ടായിരിക്കും വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് റെസിപ്രോക്കൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റിലേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും വരാം മെയിൻ ആയിട്ട്. ഞാൻ ഇതിന്റെ എക്സസൈസ് ചെയ്യിപ്പിച്ചിരുന്നു നിങ്ങളെ കൊണ്ട്. അപ്പോ എന്താണ് റിലേറ്റീവ് പ്രോണൗണില് നമുക്ക് പേഴ്സൺ, ഹ്യൂമൻ ബീങ്സ് ആണ് വരുന്നെങ്കിൽ ഹൂ, ഹൂം, ഹൂസ് ഇത് വെച്ചായിരിക്കും നമ്മൾ അത് കണക്ട് ചെയ്യും. ഇനി അനിമലോ തിങ്കോ ആണെങ്കിൽ നമ്മൾ വിച്ച് ഓർ ദാറ്റ് ആണ് യൂസ് ചെയ്യുക. I saw a man dash beside the car. I saw a man dash beside the car എന്ന് പറയുമ്പോൾ അവിടെ ഏത് റിലേറ്റീവ് പ്രോണൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക?
ഇതാണ് ക്വസ്റ്റ്യൻ. ഐ സോ എ മാൻ ഡാഷ് ബിസൈഡ് ദ കാർ. ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും വരാം? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ മതി ഇപ്പൊ തൽക്കാലം. 4 എണ്ണം. ഹൂ, ഹൂസ്, ഹൂ. ഇതിൽ ഏതായിരിക്കും ആൻസർ വരാം? ഇത് റിലേറ്റീവ് പ്രോണൗൺ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ സോ എ മാൻ ഡാഷ് ബിസൈഡ് ദ കാർ. Who beside the car? ഹൂ ആണ് വരാം കേട്ടോ. ഹൂ ബിസൈഡ് ദ കാർ. ഓക്കെ. The girl dash purse stall. The girl dash purse stall. Same options തന്നെയാണ്. Who, who's, who. Whose? Yeah. Whose ആണ്? The girl whose purse stall. The girl purse stall എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു അല്ലെ, മോഷ്ടിക്കപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം വരും. എന്ത് ചോദ്യം വരാം? ആരുടെ പേഴ്സ് ആണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. ആരുടെ എന്ന് വരും. അപ്പൊ ആരുടെ ചോദിക്കുന്ന ഏത് റിലേറ്റീവ് പ്രോണൗൺ ഉള്ളത്? മീനിങ് Whose? ആണ്. ഹൂസ് ആണ്. അപ്പൊ ഹൂസ് നമുക്ക് അവിടെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് ട്രിക്കി വേ. ഓക്കെ. ഇത്രയാണ് നമുക്ക് പ്രോണൗണിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് റിവൈൻഡ് ചെയ്തതാണ്. ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോ? No, ma'am. Okay. So then we moving on the next chapter, the unit 3, verb system in English. Okay. ഇതില് നമ്മള് എല്ലാം ഇപ്പോ കാണുന്ന ടേബിളില്ലേ, ഇതില് നമ്മൾ എല്ലാം പഠിക്കുന്നില്ല കേട്ടോ. കാരണം ഇതില് ഓൺ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് irregular verb, irregular verb, transitive verb, intransitive verb. ഇതിന്റെ പോർഷൻസ് മാത്രമേ ഇപ്പൊ നമ്മൾ തൽക്കാലം നോക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ സൈഡ് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇതിപ്പോ പഠിക്കുന്നില്ല. ടെൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇത് പഠിപ്പിച്ചുതരാം. ഇപ്പൊ ഇതെടുത്ത് കഴിഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് ടെൻസ് എടുക്കുമ്പോൾ ഞാൻ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അത്രയേ ഉള്ളൂ എനിക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. കാരണം ടെൻസ് അറിയാതെ നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതിനാണ് ഞാൻ ടെൻസ് എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും പോർഷൻ മാത്രം കവർ ചെയ്യാം. ഓക്കെ. അപ്പൊ വെർബ് എന്താണ് വെർബ്? വാട്ട് ഈസ് വെർബ്? Verb is an action word. പ്രവൃത്തിയാണ്. Okay, we have two different kinds of verb. And one is action verb and second one is state verb. Action verb എന്താണ്? Action verb എന്ന് പറയുന്നത് ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷനും ആക്ഷൻ വെർബിൽ പെടുന്നതാണ് അല്ലെ. നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, എന്തായാലും ഓടുന്നത്, ചാടുന്നത്, എഴുതുന്നത് അല്ലെ, jump, run, walk, dance, drive, write, draw, anything. These are called in action verb. Okay, ഇതെല്ലാം ആക്ഷൻ വെർബിൽ പെടുന്നതാണ് കേട്ടോ. Then state verb ഉണ്ട്. നമുക്ക് സ്റ്റേറ്റ് വെർബിന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. നമ്മുടെ ജസ്റ്റ് ഇമോഷൻ ആണ്, നമ്മുടെ ഫീലിംഗ്സ് ആണ് എന്നൊക്കെ പറയാം. I feel hungry.
ഐ ഫീൽ ഹംഗ്രി എന്ന് പറയുന്നതില് ആക്ഷൻസ് ഒന്നുമില്ല, ആക്ഷൻസ് അല്ലെ, ആക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ഒരു ഇമോഷൻ ആണ്, നമ്മുടെ ഫീലിംഗ് ആണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? സ്റ്റേറ്റ് വേർബ് എന്ന് പറയും. സ്റ്റേറ്റ് വേർബ് ആണ്. ഇപ്പൊ എക്സാമ്പിള്, അപ്പൊ ഐ എം ടീച്ചർ, ഞാൻ ടീച്ചർ ആണ്, അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ വെർബിൽ തന്നെ ആക്ഷൻ വേർബ് ഉണ്ട്, സ്റ്റേറ്റ് വേർബ് ഉണ്ട്. എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് എക്സാമിനൊന്നും ഇല്ല, വേർബ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് കൂടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആക്ഷൻ വേർബ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഓക്കെ, സ്റ്റേറ്റ് വേർബ് എന്താണ്? ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അവിടെ there is no action, ഇവിടെ ഒരു തരത്തിലുള്ള ആക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരുപാട് അധികാരികമായി ഇത്രയും ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ട്രാൻസിറ്റീവ് വേർബ്. എന്താണ് ട്രാൻസിറ്റീവ് വേർബ്? അതായത് നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെയാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നെങ്കിൽ, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആകുന്നെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. A transitive verb that requires a direct object to complete its meaning in a sentence. മീനിങ്ങിന്റെ സഹായത്തോടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. അതായത് ഇപ്പോ എക്സാമ്പിള്, ഐ ഓപ്പൺഡ് ദി ഡോർ, ഐ ഓപ്പൺഡ് ദി ഡോർ. അപ്പൊ നമുക്ക് ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറഞ്ഞാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകൂ. ഞാൻ ഓപ്പൺ ചെയ്തു, ഞാൻ എന്ത് ഓപ്പൺ ചെയ്തു? ഒബ്ജക്റ്റ് ഇല്ല അവിടെ അല്ലേ? ഐ ഓപ്പൺഡ്. What? I opened. Door. I opened door. എന്തോ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും അല്ലെ? കംപ്ലീറ്റ് അല്ല, സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അപ്പൊ നമുക്ക് എന്താണ്? ഒബ്ജക്റ്റിന്റെ ആവശ്യമാണ്. ഐ ഓപ്പൺഡ്, എന്താണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത്? ഐ ഓപ്പൺഡ് ദി ഡോർ, ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല, സെന്റൻസ് കംപ്ലീറ്റ് ആണ് അല്ലെ? അപ്പൊ ഇതുപോലെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വേർബ് ആണ്. അപ്പൊ ഓപ്പൺഡ് എന്ന് പറയുന്ന ഈ വേർഡ് എന്താണ്? എന്ത് വേർബ് ആണത്? ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് വേർബ്. യെസ്. ഷീ ate. കംപ്ലീറ്റ് സെന്റൻസിനാണോ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്? അല്ല, സെന്റൻസിനല്ല പറയാ, ആ വേർബിനെയാണ് പറയാ. ഓക്കെ. She ate the cake. She ate the cake. അല്ല, she ate the cake എന്ന് പറയുന്ന സെന്റൻസിൽ വേർബ് ഏതാണ്? Ate. Eat ആണ്. അപ്പോ ആ സെന്റൻസ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആയതാണോ? ആണെങ്കിൽ ഈ eat എന്താണ്? ട്രാൻസിറ്റീവ് വെർബ്. Yes, ട്രാൻസിറ്റീവ് വേർബ് ആണ്. ഇനിയിപ്പോ she sent a letter. She sent a letter എന്ന് പറയുന്ന ആ സെന്റൻസില് she എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, send എന്താണ്? വെർബ് ആണ്, ലെറ്റർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. യെസ്. അപ്പോ ഇനി നമ്മൾ പഠിക്കുന്ന ട്രാൻസിറ്റീവ് വേർബിനെ കുറിച്ചിട്ടാണ്. അപ്പോ she sent a letter എന്ന് പറയുന്ന ആ സെന്റൻസ് ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ കംപ്ലീറ്റ് ആയതാണ്. അതുകൊണ്ട് ആ സെന്റൻസിലെ വെർബ് എന്തായിട്ട് മാറി? ട്രാൻസിറ്റീവ് വേർബ്. ട്രാൻസിറ്റീവ് വേർബ് ആയിട്ട് മാറി. അപ്പൊ ഇതാണ് ട്രാൻസിറ്റീവ് വേർബ്. ഇനി നെക്സ്റ്റ് ഇൻട്രാൻസിറ്റീവ് വേർബ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് അപ്പൊ എന്തായിരിക്കും? എന്തായിരിക്കും? ഒബ്ജക്റ്റിന്റെ സഹായം അല്ലാതെ. യെസ്, ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. Intransitive verb cannot have a direct object to complete that meaning. Okay. അപ്പോ അവിടെ നമുക്ക് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകും. We arrived in the afternoon. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ഇല്ല, പക്ഷെ സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ? We arrived in the afternoon. I was sleeping. ഞാൻ ഉറങ്ങായിരുന്നു. I was sleeping. That is no object and ആ സെന്റൻസ് എന്തായി? കംപ്ലീറ്റ് ആയി. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ് രണ്ടും മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, രണ്ട് എക്സാമ്പിൾ തരാം.
ഓക്കെ, ഈ രണ്ട് സെന്റൻസിൽ ഏതാണ് ട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് verb? ഫസ്റ്റ് വൺ ട്രാൻസിറ്റീവ്. എല്ലാരും പറയുന്നു, ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. ടീച്ചർ സെന്റൻസ് ഒന്നുകൂടി കാണും. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഷീ ഡ്രോ ദ പിക്ചർ, ഹി ഈസ് ലാഫിംഗ് ലൗഡ്ലി. ഈ രണ്ട് സെന്റൻസിൽ ട്രാൻസിറ്റീവ് verb ആൻഡ് ട്രാൻസിറ്റീവ് verb. First one transitive, second one intransitive. Yes, first one transitive and second one is intransitive verb. Okay, clear ആണല്ലോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് റെഗുലർ അല്ലെ. ഇനിയിപ്പോ അടുത്ത ടേബിളില് ട്രാൻസിറ്റീവ് നമ്മൾ നോക്കി. ഇനി റെഗുലർ ആൻഡ് ഇറഗുലർ verb ആണുള്ളത്. റെഗുലർ verb ഇപ്പൊ നമുക്ക് ത്രീ ടൈപ്പ്, ഇപ്പൊ മൂന്ന് ഫോംസ് ഉണ്ട്, 3 ഫോംസ് ഉണ്ട് നമുക്ക് വെർബിന്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. V1, V2, V3 ഫോം അല്ലെ. V1, V2, V3 ഫോം, ഇങ്ങനെ 3 ഫോംസ് നമുക്ക് ഉണ്ട് ഇംഗ്ലീഷില്. അതില് V1 എന്താണ്? നമ്മൾ പ്ലൂറൽ ഫോം. നോ, പ്ലൂറൽ അല്ല. V1 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, പ്രസന്റ് verb ആണ്. V1 പ്രസന്റ് verb and V2 past ആണ് and V3 ഫസ്റ്റ് പാർട്ട്. yes past participle ആണ്. ഒന്നും കൂടി പറയാമോ? പറയാലോ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എനിക്കറിയാം. ഓക്കെ, അപ്പൊ V1 എന്താണ്? പ്രസന്റ് ആൻഡ് V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇങ്ങനെ 3 ഫോംസ് ഉണ്ട്, V1, V2, V3 ഫോം. ഓക്കെ, ഇതില് പ്ലേ എടുത്താല് പ്ലേ എന്ന് പറയുന്നത് V1, പ്ലേഡ് V2 ആൻഡ് അഗെയിൻ പ്ലേഡ് V3. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ എന്താണ് V1, V2, V3 എന്ന്? പ്ലേ, പ്ലേഡ്, പ്ലേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാം. പക്ഷെ കുറെ വെർബിന്റെ ഒന്ന് V2, V3 പോകുമ്പോൾ നമുക്ക് അറിയില്ല അല്ലെ, ശരിയല്ലേ? ഒരുപാടൊന്നും നമുക്ക് അറിയില്ല അല്ലെ. റെഗുലർ ഇപ്പോ ഇതേപോലെ ഇനിയിപ്പോ നെക്സ്റ്റ് വർക്ക് ആണ്. വർക്ക്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് ED ചേർത്താണ് പോണത് അല്ലെ. V2, V3 ഇവിടെ സെയിം ആണ്, ശരിയല്ലേ? ഇനിയിപ്പോ ജമ്പ് ആണെങ്കിലോ, ജമ്പ്, ജമ്പ് ആണെങ്കിൽ Jumped. Jumped. അപ്പോ V2, V3 സെയിം ആണ്. ഇവിടെ നോക്കുമ്പോ സെയിം ആണ് അല്ലെ. ED ചേർത്ത് പോകുന്നു, ഒരേപോലെ പോകുന്നുണ്ട് അല്ലെ. ഈ ഒരേപോലെ പോകുന്ന വെർബിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെഗുലർ. റെഗുലറായി പോകുന്ന വെർബുകളാണ് റെഗുലർ verb. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്മ്. കമ്മിന് എന്താ പറയാ? കം. യെസ്, കം, കെയിം, കം. ഇത് രണ്ടും ഒരേപോലെയാണോ പോകുന്നത്? അല്ല. അല്ല. റൈറ്റ് ആണെങ്കിൽ റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ്. ഇതും ഒരേപോലെയാണോ പോകുന്നേ? അല്ല. അപ്പൊ ഇതിനെന്ത് പറയും നമ്മള്? ഇറഗുലർ verb. ഇറഗുലർ verb. അപ്പൊ എന്താണ് റെഗുലർ, ഇറഗുലർ verb? രണ്ടും മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റെഗുലർ ആൻഡ് ഇറഗുലർ verb ഓക്കെ ആയി. ട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് verbും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഈ ചാപ്റ്ററിൽ. ചാപ്റ്റർ കാണുമ്പോ ഒരുപാടുണ്ട് അല്ലെ, പക്ഷെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇഷ്ടായി. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാ വേർബിന്റെയും 3 ഫോംസ് അറിയോ?
ഇല്ല. ഇല്ല. ഒരുപാടൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ഹെൽപ്പിംഗ് വേർബ്, നിങ്ങളുടെ ടെക്സ്റ്റിലെ ഹെൽപ്പിംഗ് വേർബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഈ ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെയാണ് ഹെൽപ്പിംഗ് വേർബ്, അതായത് ഓക്സിലറി വേർബ് എന്ന് പറയാം. ഇനി മൊഡാൽ വേർബ് ആണെങ്കിലോ ക്യാൻ, കോഡ്, മേ, ഷാൽ, വിൽ, മസ്റ്റ് ഇതൊക്കെയാണ് മൊഡാൽ വേർബ്. ഇതിനെല്ലാം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഞാൻ ഈ മൊഡാൽ വേർബിനെ കുറിച്ച് പറയാൻ മറന്നു പോയാൽ എന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ടെൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടേം വൺ എക്സാം എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് എന്നോട് പറയാം. അതായത് ലാസ്റ്റ് ആയാലും മതി. ഓക്കെ, മൊഡാൽ വേർബിനെ കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തണം, ഞാൻ മറന്നു പോകും, സ്വാഭാവികമാണ്. ഓക്കെ, പ്രൈമറി ഓക്സിലറി വെർബ് എന്തായാലും പറയും, കാരണം ടെൻസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വില്ല് ഞാൻ പറയും, വില്ല് പറയുന്നുണ്ട്. ക്യാൻ കുറച്ച് മാത്രം, ക്യാൻ, ഷാൽ, വില്ല് രണ്ടും പറയുന്നുണ്ട്. ക്യാൻ, കുഡ്, ഷുഡ്, വുഡ് ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ഇതൊന്നും ഓർമ്മിപ്പിക്കുക, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയാലോ? ഞാൻ ഈ വെർബ് സിസ്റ്റം ഇൻ ഇംഗ്ലീഷ് എന്റെ ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. ഡസ്, ഡു ഇതൊക്കെ വെച്ചിട്ടാണ്. ഇതെല്ലാം ടെൻസ് പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, വെറുതെ ഞാൻ എടുത്തു പോകുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, കൺഫ്യൂഷനേ വരും. പിന്നെ ഞാൻ ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? മനസ്സിലായോ? വെറുതെ ഈ പോർഷൻ മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇപ്പോഴത്തെ അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? പറയൂ. യെസ് മാം, ക്ലിയർ ആയി. യെസ്, അപ്പൊ നമുക്ക് പ്രസന്റ് ചെയ്താലോ? മാം, ആ 3 ഫോംസ് പറഞ്ഞില്ലേ, അതൊന്നും കൂടി പറഞ്ഞല്ലോ. ഏതാണ്? 3 ഫോംസിനെ പറ്റി പറഞ്ഞു തന്നില്ലേ? V1, V2, V3 ഫോം. അതൊന്നും കൂടി പറഞ്ഞുതരോ? നമ്മള് പൊതുവെ ടെൻസ് പഠിക്കുമ്പോ ഇപ്പൊ മലയാളത്തിൽ പറയാണ്, ഞാൻ കഴിക്കുന്നു എന്നും കഴിച്ചു, കഴിക്കും, ഇത് മൂന്നാണ്. ആണോ? ഇല്ല. അല്ലെങ്കിൽ എഴുതുന്നു, എഴുതി, എഴുതും, മൂന്നല്ലേ? ഈ മൂന്നെണ്ണം പറയാൻ നമുക്ക് വെർബ് വേണ്ടേ, വേർഡ് വേണ്ടേ, സെയിം മീനിങ് കിട്ടണ്ടേ? അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാകോ? ഇല്ല. റൈറ്റ് എന്ന് പറയുമ്പോ എന്താണ്? ഞാൻ എഴുതുന്നു എന്നൊരു മീനിങ്ങിലാ വരാം. എഴുതുന്നു, റൈറ്റ്. ഞാൻ എഴുതി എന്നാണെങ്കിലോ? എഴുതി, പാസ്റ്റ് പറയണം അല്ലെ? ആ വെർബിന്റെ പാസ്റ്റ് ഫോം പറയണം. അപ്പൊ ഏതാണ്? റോട്ട് വരും. ഞാൻ എഴുതി. ഇനിയിപ്പോ എന്താണ്? ഞാൻ എഴുതും എന്നാണെങ്കിൽ അത് ഞാൻ പിന്നെ പറയാം, മനസ്സിലാവില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അല്ലാതെ പെർഫെക്റ്റ് ഒക്കെ, ടെൻസിൽ പെർഫെക്റ്റ് ഒക്കെ ആവശ്യം വരും. അപ്പൊ നമുക്ക് റിട്ടേൺ യൂസ് ചെയ്യേണ്ടി വരും. V3 ഫോം ടെൻസ് പഠിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ V1ഉം പാസ്റ്റ് ടെൻസിൽ നമ്മൾ V2ഉം പ്രസന്റ് പെർഫെക്റ്റിലൊക്കെ നമ്മൾ V3 യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 ഫോമും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മൂന്നെണ്ണത്തിന് മലയാളം ചോദിക്കണ്ട. റൈറ്റ് ഓക്കെ എഴുതുന്നു, റോട്ട് എഴുതി എന്നാണ്. റിട്ടേൺ എന്ന് പറയുന്നത് അത് പാസ്റ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറെ രീതിയിലാണെന്ന് മാത്രം. അപ്പൊ 3 ഫോം എന്തായാലും പഠിക്കണം, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇനി സിംഗ് ആണെങ്കിൽ എന്ത് പറയും? സിംഗ്, പാടുക. സിംഗ്, സാംസങ്. ഈറ്റ്, ഡു ചെയ്യുക. ഡു, ഡസ്, ഡിഡ്. ഒന്നുകൂടെ ചോദിക്കാം. ഡു, ഡൺ, ഡിഡ്. തിരിഞ്ഞു. ഡു, ഡിഡ്, ഡൺ. ഡു, ഡിഡ്, ഡൺ. അപ്പൊ ഇത് അറിയില്ല, ഇത് പഠിക്കണ്ടേ? അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. എല്ലാം പഠിക്കാം. അപ്പോ അത്യാവശ്യം കുറച്ച് വേർഡ്സ് ഞാൻ ഈ 3 ഫോംസിന്റെ പറഞ്ഞു തരുന്നുണ്ട്. അത് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബിൽ വരുന്നതാണ്.
അത് നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും കേട്ടോ ക്ലാസ്സിൽ. ഞാൻ ഇന്നല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അത്യാവശ്യം കുറച്ചുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർക്കാം. അത് ഇപ്പോ ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആക്ഷൻ verb ആൻഡ് സ്റ്റേറ്റ് verb, റെഗുലർ ആൻഡ് ഇറഗുലർ, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് verb. ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി? സോ നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതൊന്ന് പറയാം, ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ആരാ പ്രസന്റ് ചെയ്യാം? ഇത് നിങ്ങളുടെ ടൈമാണ് കേട്ടോ, ഞാൻ വേണ്ടില്ല. ഇത് നിങ്ങൾ ക്ലാസ് എടുക്കാം, എല്ലാരും കേട്ടിരിക്കും. മാം ഞാൻ ചെയ്യാം. First, we discuss about action verb. Action verb means we physically doing all activities is called action verb. Example, we eat food. Next one is state verb. There is no action. Next one is transitive verb. A sentence is complete its meaning to help of object. Example, I opened the door. She sent a letter. Intransitive verb. A sentence is completed without help of object. Example, your dog barks a lot. I was sleeping. The verb have three forms. That is V1, V2, V3. V1 is present verb. V2 is past verb. V3 is past participle. For example, play, played, played. Work, worked, worked. Jump, jumped, jumped. In this, no changes in V2, V3 form. That is called regular verb. Come, came, come. Write, wrote, written. In this verbs, V2, V3 is different. That is called irregular verb. That's it, ma'am. Thank you. Okay, clear. Then next ആരാ പറയാ? Who's next? ഞാൻ പറയാം മാം. Okay. A verb is a word that indicates a physical action. Example, jump, run. State verb, no action. Example, know, realize, happy, hope, etc. Transitive verb, it requires a direct object to complete its meaning in sentence. For example, she sent a letter. Intransitive verb, it cannot have a direct object to complete their meaning. For example, he is laughing loudly. Then regular verb, irregular verb. V1, V2, V3 ഇതിൽ V2ഉം V3യും സെയിം ആയിട്ടുള്ളത് റെഗുലർ വെർബ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. അതുപോലെ അത് ഒരേപോലെ ഇല്ലാത്തത് ഇറഗുലർ വെർബ്. ഡു, ഡിഡ്, ഡൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. അതുപോലെയുള്ളത് ഇറഗുലർ വെർബ്സ്. Okay. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ നെക്സ്റ്റ് ആരാന്ന് ചോദിക്കേണ്ടത്. ഞാൻ പറയാം. Verb. Verb is an action, and verb can classified into action verb, state verb, transitive verb, intransitive verb. First one is action verb. Action verb is physical actions like jumping, running, dancing, driving, writing, etc. Then state verb. State verb is a statement or emotion. Example, know, realize, hope, believe, imagine, happy, etc. Transitive verb. Transitive verb is a sentence is completed with the help of an object. Example, I opened the door. Next one is intransitive verb. A sentence is completed without the help of a verb. Example, I laughed loudly.
And verb have three forms: V1, V2, V3. And the V2, V3 are same. The verb is regular verb. And then V2, V3 are different. The verb is regular verb. The regular verb example: play, played, played. Irregular verb example: come, came, come. Write, wrote, written. Thank you, ma'am. Okay. Then നെക്സ്റ്റ് ആരാ പറയാ? എല്ലാവരും പറയണം കേട്ടോ. ഞാൻ നല്ല പറയാന്ന് പറയുന്നല്ലേ. സൗമ്യ പറയൂ. Action verb. A verb is a word that indicates a physical action. Example: jump, dance, drive. Next, state verb. No action. Example: happy. Transitive verb. A transitive verb interrogates a direct object to complete its meaning in a sentence. Example: I opened the door. Intransitive verb. Intransitive verb cannot have a direct object to complete. Example: I was sleeping. Next, three forms: V1, V2, V3. V1 present, V2 past, V3 past participle. Next, regular verb എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ളത്. ഇൻറെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്തത്. ഓക്കെ മാം, എനിക്ക് ഇത്രയും മനസ്സിലായത്. ഓക്കെ. എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു എന്നാണോ? നിങ്ങൾ മനസ്സിലായിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നേ? ഓക്കെ അല്ലേ? ഇടക്ക് മലയാളം കയറി വരും, ഇംഗ്ലീഷ് കിട്ടാത്ത പ്രശ്നം. തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി ആരാ? നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാട്ടോ. ഇംഗ്ലീഷ് തന്നെയാണെന്ന് വിചാരിച്ചാൽ ആരും പറയാതിരിക്കണ്ട. ഓക്കെ, പറഞ്ഞോളൂ. ആ, പേരെന്തായിരുന്നു? Neha. നേഹ. ഓക്കെ. Today we discussed verbs. First one, action verb. It indicates an action. Example: jump, run, dance, write. Then state verb. Example: know, realize, hope, etc. Then we talk about transitive verb. It's a direct object to complete its meaning in a sentence. Example: I opened the door, or she sent a letter, etc. Then intransitive verb. It cannot have a direct to complete their meaning. Example: I was sleeping, I'm running, etc. Then we talk about verb. Verb is an action that expresses a state of being or an action. Then regular verb. It consists pattern for past tense and past participle, generally adding ed to its form. Then irregular verb do not follow the pattern. Which means that it do not follow the pattern. That's it. ഓക്കെ. ഇനി ആരും പറയുന്നില്ല? ഓക്കെ, അസീന പറയൂ. Verb. A word used to describe in action, state, occurrence. Example: here, become. Then state verb, action verb. A verb that describes an action movement. Run, jump, sing, dance, write. State verb: there is no action. Intransitive verb requires a directed object. Noun or pronoun. Transitive verb while in does not verb. അസീന എന്താണ് പറഞ്ഞു? മലയാളത്തിൽ പറഞ്ഞാൽ പറയൂ.
സ്റ്റേറ്റ് വെർബ് പറഞ്ഞു സ്റ്റേറ്റ് വെർബില് നോ ആക്ഷന്. ആക്ഷൻ വേർബ് ആക്ഷൻ വെർബില് ആക്ഷൻ മൂവ്മെന്റ് ആണ്. റണ്ണ്, ജമ്പ്, സിംഗ്. ട്രാൻസിറ്റീവ് വെർബ് ഷി ഡ്രോ ദ പിക്ചർ. എക്സാമ്പിൾ. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ് വെർബാണ്, അല്ല ആക്ഷൻ ആണ്. ഹീസ് ലാഫിംഗ് ലൗഡ്ലി. റെഗുലർ വെർബ് V2 V3 ഫോം ആണ്. കം അല്ല, ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ്. റെഗുലർ വേർഡ്സ്, ഇറഗുലർ വേർഡ്സ് എന്ന് പറഞ്ഞത് റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ. അസീന, ഡൗട്ട് ഉണ്ടോ? എന്തോ ഡൗട്ട് ഉണ്ടോ? ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും. എന്തേ ചോദിക്കാനേ? പിന്നെ പറയുമ്പോ മനസ്സിലാവുന്നു വിചാരിച്ചു. പറഞ്ഞപ്പോ മനസ്സിലായി, പിന്നെ പറഞ്ഞു വന്നപ്പോ പിന്നെയും ഒരു ഡൗട്ട്. ഓക്കെ. ട്രാൻസിറ്റീവ് വെർബ് എന്താണ്? സബ്ജക്ട്, നമുക്ക് ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. മനസ്സിലായോ? ഐ ഓപ്പൺ ദി ഡോർ, ഐ ക്ലോസ് ദി ഡോർ എന്നൊക്കെ പറയുന്നത് ഐ ക്ലോസ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സബ്ജക്ട് വെർബ് ഉണ്ട്, ഐ ക്ലോസ്. പക്ഷെ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുമോ? ഇല്ല. ഞാൻ എന്താ അടച്ചത്, എന്താ ക്ലോസ് ചെയ്തേ അറിയില്ല. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ, അല്ലെ? അപ്പൊ ഞാൻ അടച്ചത് എന്താണോ അതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഐ ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? ഡോർ ആണ് ഒബ്ജക്റ്റ് ഇവിടെ. ഐ എന്ന് പറയുന്നത് സബ്ജക്ട്, ക്ലോസ് എന്ന് പറയുന്നത് വെർബ്, ആൻഡ് ഒബ്ജക്റ്റ് ഡോർ ആണ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയത്. ഇനിയിപ്പോ ഇല്ലാതെ മാറ്റി വെച്ചു, ഒബ്ജക്റ്റാണ് മാറ്റി വെച്ചു, ഐ ക്ലോസ്. ഞാൻ എന്ത് ക്ലോസ് ചെയ്തു അറിയില്ല, അതുകൊണ്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. അപ്പൊ എന്ത് വേണം? നമ്മുടെ ഒബ്ജക്റ്റ് വേണം. മനസ്സിലായോ? അങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആകുന്ന സെന്റൻസിലെ ആ വെർബിനെയാണ് നമ്മള് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. അതായത് ഓപ്പൺ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. ഇനി ഒബ്ജക്റ്റ് ഒന്നും വേണ്ട, ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എന്താണ്? എന്താണ്? മനസ്സിലായിട്ടില്ലല്ലോ. ടെൻഷൻ ഉണ്ടോ? വേഗം പറഞ്ഞോണ്ട് അങ്ങോട്ട് ടെൻഷൻ എന്തിനാണ്? അത് കേക്കട്ടെ. പറയൂ, എന്താണ് മനസ്സിലാവാത്തത്? ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ആക്ഷൻ വെർബ് എന്താണ്? എന്റെ ചോദ്യത്തിന് മാത്രം പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറയും. ആക്ഷൻ വെർബ് എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സ് നമ്മൾ ചെയ്യുന്ന എല്ലാവരും ആക്ഷൻ ചെയ്യുന്നത്, ഫിസിക്കലി നമ്മൾ ആക്ഷൻ ചെയ്യുന്നെങ്കിൽ അത് ആക്ഷൻ വെർബിൽ പെടും. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. എന്തോ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ, ആക്ഷൻ വെർബിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. റണ്ണ, ജമ്പ്, സിമ്മ്, റൈറ്റ്. ഇനി സ്റ്റേറ്റ് വെർബ്. എന്തോ സ്റ്റേറ്റ് വെർബ്. സ്റ്റേറ്റ് വെർബ് ആക്ഷൻ ഇല്ലാത്തത്. ആക്ഷൻ ഇല്ല. നമ്മുടെ എന്തെങ്കിലും ഇമോഷൻസ് ആകാം, അല്ലെ? ഹാപ്പി അല്ലെങ്കിൽ സാഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അവിടെ ആക്ഷൻ ഇല്ല. ഇപ്പൊ എനിക്ക് സന്തോഷമാണ്, അല്ലെ? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മുടെ ഇമോഷൻ ആണ്, നമ്മുടെ ഫീലിങ്സ് ആണെന്ന് പറയാം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നും പറയാം. ഞാനൊരു സ്റ്റുഡന്റ് ആണ് എന്ന് പറയുന്നത് അവിടെ ആക്ഷൻ ഒന്നുമില്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് സ്റ്റേറ്റ് വെർബ് എന്ന് മനസ്സിലാക്കാം.
ആക്ഷൻ ഉള്ളത് ആക്ഷൻ വേർബും ആക്ഷൻ ഇല്ലാത്തത് സ്റ്റേറ്റ് വേർബും. ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. സിമ്പിൾ. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് അറിയണം. എന്താണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു നോക്കിയാ സീന. പറഞ്ഞു. എല്ലാം കൂടി മറന്നു. എവിടെയാണ് എവിടെയൊന്നും അല്ലല്ലോ. എന്തൊക്കെയാണ് ആലോചിക്കുന്നേ? ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലുണ്ട്. എന്താ ട്രാൻസിറ്റീവ് മൊത്തത്തിൽ പോയി അല്ലേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കൂൾ ആയിട്ടിരിക്കൂ ക്ലാസ്സില്. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഓക്കെ, ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ സീനയ്ക്ക്. നിങ്ങൾ തമ്മിലൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം. ഒരു സെന്റൻസ് ആവശ്യമുണ്ട്. ഇതോ കേട്ടില്ല, ക്ലിയർ ആയില്ല. ആരാ പറയാ? ഞാൻ പറയാം. അസീന, ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി അത് കംപ്ലീറ്റ് ആയാൽ അത് ട്രാൻസിറ്റീവ് വെർബാണ്. മനസ്സിലായോ? ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയാൽ അത് ട്രാൻസിറ്റീവ് വെർബാണ്. എക്സാമ്പിൾ, ഐ ഓപ്പൺഡ് ദ ഡോർ. ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഓപ്പൺഡ് എന്ന് പറയുന്നത് വെർബ്, ദ ഡോർ എന്നുള്ളത് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. ഞാൻ ഓപ്പൺ ചെയ്തു അതൊന്നും കൂടി പറയോ? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി ഓപ്പൺ അത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്, കേൾക്കുന്നില്ലേ? ഐ ഓപ്പൺ ദ ഡോർ. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഓപ്പൺഡ് എന്ന് പറയുന്നത് വെർബ്, ദ ഡോർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഐ ഓപ്പൺഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. ഞാൻ തുറന്നു. എന്തുന്നാ തുറന്നത്? ദ ഡോർ. ആ ഒബ്ജക്റ്റ് വരുമ്പോഴാണ് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് ആവുന്നത് ആ സെന്റൻസ്. സോ ഒബ്ജക്റ്റോട് കൂടി ആ സെന്റൻസ് കംപ്ലീറ്റ് ആയാൽ അത് ട്രാൻസിറ്റീവ് വെർബാണ്. അസീന മനസ്സിലായോ? അത് മനസ്സിലായി. ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഉറക്കെ ചിരിച്ചു. അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഞാൻ ഉറക്കെ ചിരിച്ചു, അത്രേ ഉള്ളൂ. അത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, അപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതെന്താണ് ചോദിക്കാത്തേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇതേപോലെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അല്ലാതെ ഞാൻ ചീത്ത പറയാനോ ഒന്നും നിൽക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒന്നും കൂടി പറഞ്ഞു ഡൗട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോ സൗമ്യ എന്താണ്, ഫ്രിഡ്ജ് തുറന്നു എന്ന് വിചാരിക്കൂ. എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സൗമ്യ എന്താ ചെയ്യുന്നേന്ന് ചോദിക്കുകയാണ്. അപ്പൊ സൗമ്യ പറഞ്ഞു, ഞാൻ തുറന്നു എന്ന് എന്നോട് പറയാണ്. എനിക്ക് എന്തെങ്കിലും മനസ്സിലാവോ പറഞ്ഞാല്? ഇല്ല. എന്തുകൊണ്ട്? ഫ്രിഡ്ജ് എന്ന് പറയണം. ഞാൻ ഫ്രിഡ്ജ് തുറന്നു അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചില്ല. എന്താ അറിയില്ലല്ലോ. ഇത്രയുള്ളൂ കാര്യം. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ഒബ്ജക്റ്റ് ആണ്, ഒരു വസ്തുവാണത്. അപ്പൊ എന്ത് വസ്തുവാണോ നിങ്ങൾ തുറന്നത് എന്ന് പറയാത്തിടത്തോളം കാലം എനിക്കത് മനസ്സിലാവില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. മിസ്റ്റർ, ഞാൻ ഫ്രിഡ്ജ് തുറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നും ചോദിക്കേണ്ടി വരില്ല. എനിക്ക് മനസ്സിലായി എന്താണ് സൗമ്യ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. പക്ഷെ സൗമ്യ പറയാണ്, മിസ്റ്റർ ഞാൻ തുറന്നു. ഞാൻ എന്ത് തുറന്നു എന്ന് ചോദിക്കണം. അപ്പൊ ആ ഒബ്ജക്റ്റ് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. അതിൽ നല്ലത് ആ ഒബ്ജക്റ്റ് കൂട്ടി ആ സെന്റൻസ് പറയുകയാണെങ്കിൽ
ആ സെന്റൻസ് എന്താണ്? ഞങ്ങൾക്ക് ആ മീനിങ് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. ഒബ്ജക്റ്റിന്റെ സഹായത്തോടെ സെന്റൻസ് കംപ്ലീറ്റ് ആയാൽ അത് ട്രാൻസിറ്റീവ് വെർബ് ആണ്. ഞാൻ തുറന്നു എന്ന് പറഞ്ഞു, ഞാൻ ഫ്രിഡ്ജ് തുറന്നു എന്ന് പറയുന്നതില് ഈ തുറക്കുക എന്ന് പറയുന്നതാണ് എന്ത്? ഞാൻ ചെയ്ത പ്രവൃത്തി, അതായത് വെർബ്. ഓക്കെ, അപ്പൊ ആ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നപ്പോ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പോ ആ സെന്റൻസിലെ ആ പ്രവൃത്തി, നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണോ അത് എന്തായി? ട്രാൻസിറ്റീവ് വെർബ് ആണ്. ഇപ്പോ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുകയാണ് എന്ന് എന്നോട് പറയാണ്. ഞാൻ നിങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ ഇതില്? ഞങ്ങൾ എല്ലാവരും ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു എന്നോട് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തിനുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുമോ? നിങ്ങൾ എല്ലാവരും ചിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുമോ? എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ചിരിക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. കാര്യം മനസ്സിലായില്ല എനിക്ക്. അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒബ്ജക്റ്റ് ഉണ്ടോ ആ സെന്റൻസില്? ഇല്ല. അപ്പോ അതിലെ വെർബ് എന്താണ്? ചിരിക്കുക എന്ന് പറയുന്ന ഒരു വെർബ്. ആ വെർബ് എന്താണ് അപ്പോ? Intransitive. ഇൻട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇനിയും കുറച്ച് ഡൗട്ട് ഉണ്ടാകാം. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ തീരാവുന്ന ഡൗട്ടേ ഉള്ളൂ കേട്ടോ. പരസ്പരം എല്ലാവരും ചോദിക്കുക, അറിയാത്തവരൊക്കെ ചോദിക്കുക. എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായോ? എല്ലാവരും ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരാണ്, അല്ലാതെ നേരത്തെ ഇവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരും ഇപ്പൊ പഠിച്ചു. ചിലർക്ക് കുറച്ച് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നമ്മുടെ മൈൻഡ് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കാം. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ തലയിൽ കയറണമെന്നില്ല, അല്ലെ? ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് അറിയില്ലല്ലോ. അപ്പോ നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ ആകുമ്പോ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക, എല്ലാവരും പറഞ്ഞു തരും. ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് നിർത്താം. അതുവരെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞു തരും എല്ലാവരും കേട്ടോ. ക്ലിയർ ആക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒരിക്കലും മറക്കരുത്. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആണ് പഠിപ്പിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ഡൗട്ട് വെച്ചുകൊണ്ടിരുന്നാല് ഞാൻ ഇനി ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഡൗട്ട് വീണ്ടും വരും. അതിന് നല്ല എന്താണ്, ഇപ്പൊ ക്ലിയർ ചെയ്ത് പോകുന്നല്ലേ? അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ക്ലിയർ ചെയ്യാട്ടോ. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി മാത്രം പഠിക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് അത്. മനസ്സിലാക്കി പഠിച്ചു പോകാം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാലത്തും ഒന്നും മറക്കില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, അതും ഗ്രാമർ ഒരിക്കലും മറക്കില്ല. കാണാതെ പഠിക്കരുത് കേട്ടോ, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് ഇതെല്ലാം ആവശ്യം വരും, ഞാൻ ചോദിക്കുകയും ചെയ്യും. ടെൻസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് V1, V2, V3 ഫോം ഒക്കെ ആവശ്യമാണ്, വെർബ് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? ഇത് ഇപ്പോഴേ പഠിച്ചു പോവുക, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ഞാൻ വീണ്ടും ഇങ്ങോട്ടൊക്കെ തന്നെ വരേണ്ടി വരും. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഡൗട്ട് ചോദിച്ചു പോയിരുന്നിട്ടോ, എല്ലാവരോടും കൂടിയാണ്. ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ഇതുപോലെ പറഞ്ഞു തരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ ക്ലാസ്സില്? ഓക്കെ ആണ്? അത്രയൊക്കെ ഉള്ളൂ. ഇനി സൈൻ ഔട്ട് എന്ന് പറയൂ എല്ലാവരും. ആരാ പറയാ? മാം ഞാനാണ് ശ്രുതി. Good morning, everyone. I'm Shruti Suresh. Thank you, ma'am, for making this class very interesting and interactive. Today, I'm going to tell a moral story. My story name is A Lion and a Mouse. Once upon a time, there lived a lion and a mouse. One day, the lion was sleeping. The mouse started playing on it. The lion woke up. He caught up the mouse and was going to kill. The mouse requested for forgiveness. The lion let him go. After some days, the lion caught in a net. The mouse cut the net with his teeth. The lion was free. He thanked the mouse. So the moral of the story is do good, have good. Thank you, ma'am. Thank you, everyone. Have a good day. Okay, so thank you all. Thank you so much. See you on the next class. Okay. Thank Okay, you. bye. Thank you. Thank you, ma'am. Thank you, ma'am.